തൃശൂർ കണിമംഗലം കൊലപാതക കേസിൽ 2 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി. ക്രിസ്റ്റഫർ നഗർ സ്വദേശി മനോജ്, കണിമംഗലം സ്വദേശി ഷൈനി എന്നിവരെയാണ് തൃശൂർ 2ാം അഡീഷണൽ സെഷൻസ് കോടതി കുറ്റക്കാരായി കണ്ടെത്തിയത്. 2014 നവംബറിൽ മോഷണത്തിനിടെ കണിമംഗലം സ്വദേശി വിൻസെന്റിനെ കൊലപ്പെടുത്തിയ കേസിലാണ് നടപടി. ഉച്ചയ്ക്ക് ശേഷം ശിക്ഷ വിധിക്കും. കുറ്റക്കാരെ ശിക്ഷയാണ്. അവർക്ക് ശിക്ഷ കൊടുത്തതിൽ സന്തോഷമുണ്ട്. പക്ഷെ എനിക്കതിൽ നേട്ടമൊന്നുമില്ല. എൻ്റെ ഭർത്താവ് പോയത് തന്നെയാണ്. വിവരങ്ങളുമായി അനൽക്ക സെയ്ദ് അവിടെ നിന്ന് ചേരുന്നു. അനൽക്ക, വളരെ ദുഃഖകരമായിട്ടുള്ള സാഹചര്യമാണല്ലോ. ശിക്ഷാവിധി അവർ കുറ്റക്കാരെന്ന് വിധിച്ചിട്ടുണ്ടെങ്കിലും തൻ്റെ ഭർത്താവിനെ തിരിച്ചു വിട്ടില്ലല്ലോ എന്നാണ് അവർ പറയുന്നത്. എന്തായിരുന്നു ഈ കേസ്? അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നിരീക്ഷിച്ചത്? 14 നവംബർ 19 ഇത്തരത്തിലൊരു സങ്കടകരമായിട്ടുള്ള കാര്യം നടന്നത്. കൊലപാതക കൃത്യം നടന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് കേസിൽ പ്രതികളായിട്ടുള്ള കണിമംഗലം കൊലപാതക കേസിൽ പ്രതികളായിട്ടുള്ള 2 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അതായത് തൃശൂർ 2ാം അഡീഷണൽ സെഷൻ കോടതിയാണ് ഇത്തരത്തിൽ പ്രതികൾ കുറ്റം ചെയ്തെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ക്രിസ്റ്റഫർ നഗർ സ്വദേശി മനോജ്, കണിമംഗലം സ്വദേശി ഷൈനി എന്നിവരെയാണ് കുറ്റക്കാരായി കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതികൾ കൃത്യമായ ഗൂഢാലോചന നടത്തിയിട്ടാണ് ഇത്തരത്തിൽ ഈ കുറ്റകൃത്യം നടത്തിയതെന്നാണ് കോടതി കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഷൈനിയുടെ മകനടക്കം, പ്രായപൂർത്തിയാകാത്ത മകനടക്കം 2 പേർ ഇത്തരത്തിൽ ഈ കൃത്യത്തിൽ ഉൾപ്പെട്ടിരുന്നു. അതിൽ മകനെ മാപ്പുസാക്ഷിയാക്കുകയും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രായപൂർത്തിയാകാത്ത പ്രതിയെ ജുവനൈൽ കോടതിയുടെ ശിക്ഷ നടപടിക്രമങ്ങൾക്ക് വിടുകയും ചെയ്തു. അതിന്റെ വിധിയടക്കം വരാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ കോടതി ഇത്തരത്തിൽ കുറ്റക്കാരെ കണ്ടെത്തിയത്. ഇതിന് ഈ പ്രതികൾക്കുള്ള ശിക്ഷ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ ജഡ്ജി KM രതീഷ് കുമാർ, അതായത് തൃശൂർ 2ാം അഡീഷണൽ സെഷൻസ് ജഡ്ജി KM രതീഷ് കുമാർ വിധിക്കും. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ മോഷണ ശ്രമത്തിനിടെയായിരുന്നു പ്രതികൾ ഇത്തരത്തിൽ ദമ്പതികളായിട്ടുള്ള ഈ ഇത്തരത്തിൽ ഗൃഹനാഥനെ കൊലപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഗൃഹനാഥന്റെ ഭാര്യ ഷൈനി ഇത്തരത്തിൽ മാരകമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് കണിമംഗലം കൊലപാതക കേസിൽ ഇപ്പോൾ 2 മണിയോട് കൂടിയിട്ട് വിധി പ്രഖ്യാപിക്കും. സനീഷ്, ശരി, നന്ദി അനൽക്ക ആ വിവരങ്ങൾക്ക്.